എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റ് ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മാങ്ങ അച്ചാർ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നാടൻ ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ മാങ്ങ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇരുമ്പൻ പുളി അല്ലെങ്കിൽ ഓർക്കാപ്പുളി എന്നൊക്കെ പറയും. ഇത് രണ്ടും നല്ല കോമ്പിനേഷൻ ആട്ടോ അച്ചാറിടാനായിട്ട്. അപ്പോൾ ഈ ഇരുമ്പൻ പുളിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ കുറച്ച് സമയം. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ അല്പം കുഴിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉലുവ ചേർത്ത് കൊടുക്കണം. ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ പൊട്ടി വന്ന സമയത്ത് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ ഇല്ല കേട്ടോ. അപ്പോൾ കടുക് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അതിനുശേഷം നമ്മൾ ഇഞ്ചിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെളുത്തുള്ളിയും കറിവേപ്പിലയുമാണ്. വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ്. ഇതൊക്കെ ഒന്ന് പച്ചമണം മാറി വരട്ടെ, അവരൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറിയ തീയിലൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങയും അതുപോലെ തന്നെ ഇരുമ്പൻ പുളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നമ്മുടെ മാങ്ങയുടെ എല്ലാ വശത്തും വരുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇത് നമ്മൾ അച്ചാർ പൊടി ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കളർഫുള്ളായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ സാധാ മുളക് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കുറച്ച് കളർ കുറവായിട്ട് കാണുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. അതായത് ഉലുവയും കടുവും കൂടെ വറുത്ത് പൊടിച്ചതാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇതിട്ട് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ അച്ചാറിന്. ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത്ര മാത്രമായിട്ട് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് മാത്രം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് ഇതായതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ല നമ്മുടെ അച്ചാർ. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും മാങ്ങ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ അതുപോലെ കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റുള്ള അച്ചാറാണ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.